ഈ ചരിത്ര സെമിനാറിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന താമരശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ പി സുധാകരൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MP മുജീബ് റഹ്മാൻ ഉൾപ്പെടെ വായോളി അടക്കമുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 1921 മലബാർ കലാപത്തിന് 100 വയസ്സാവുകയാണ്. ഒരു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഒരു കലാപവും കലാപ നേതാക്കളും സജീവമായി ചർച്ചകൾക്ക് വിഷയീഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആ സമരത്തിൻ്റെ ഐതിഹാസികതയും ചരിത്ര പ്രാധാന്യവുമാണ്. 21 ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ആ കാലയളവിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ രാഷ്ട്രീയം അപഗ്രഥിക്കേണ്ടതുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ആലി മുസ്ലിയാരോ വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയോ അല്ല. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ഉൾക്കൊള്ളുന്ന ചേരി വിജയിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ജയിച്ചാൽ തുർക്കിയിലെ ഖിലാഫത്ത് നിലനിർത്തും. അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ ബ്രിട്ടൻ അനുകൂലമായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിലപാടെടുത്തു. പട്ടാളക്കാരെന്നുള്ള നിലയിൽ സേവനവും അനുഷ്ഠിച്ചു. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ബ്രിട്ടൻ ഉൾക്കൊള്ളുന്ന ചേരി വിജയിച്ചു. പക്ഷേ ബ്രിട്ടൻ വാക്ക് പാലിച്ചില്ല. തുർക്കിയിലെ ഖിലാഫത്ത് അവസാനിപ്പിക്കാനാണ് സഖ്യകക്ഷികൾ തീരുമാനിച്ചത്. ഇത് വലിയ പൊതു പ്രതിഷേധം ലോകവ്യാപകമായി ഉണ്ടാക്കി. ഇന്ത്യയിലും അത് അതിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ സൃഷ്ടിച്ചു. എല്ലാവരും മൊബൈൽ ഫോൺ ഒന്ന് ഓഫാക്കി വെക്കണം. ഞാനൊരു അധ്യാപകനായിരുന്നത് കൊണ്ട് ഇടക്കിടക്കുള്ള ഈ ശബ്ദം വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കും. ആയിരത്തി 1921 മലബാർ കലാപം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മുസ്ലിം ജനവിഭാഗത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു നല്ല വഴി എന്നുള്ള നിലയിലാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കണ്ടത്. പിൽക്കാലത്ത് ഇന്ത്യ വിഭജനത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മുഹമ്മദ് അലി ജിന്ന ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനോട് വിട പറഞ്ഞ് അതിൽ നിന്ന് രാജിവെച്ചത്
കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഒരു ഘട്ടത്തിലും അനുകൂലിച്ചില്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഖിലാഫത്ത് സമ്മേളനങ്ങളും ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളും പല സ്ഥലങ്ങളിലും കൊടുമ്പിരി കൊണ്ടു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ആ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയായിരുന്നു. അവരിൽ മഹാഭൂരിപക്ഷവും കർഷകരും കർഷക തൊഴിലാളികളും കുടിയാന്മാരുമായിരുന്നു. ഭൂജന്മിമാരാകട്ടെ മറ്റു പല പ്രദേശങ്ങളിലും എന്ന പോലെ സവർണ ഹിന്ദു പ്രമാണിമാരായിരുന്നു. ആ കാലത്ത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ പോലെ തന്നെ ദേശീയ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസിലാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, 1906 സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകൃതമായിരുന്നു. ഢാക്കയിലെ നവാബായിരുന്ന ആഗാഖാനാണ് ലീഗ് രൂപീകരിച്ചത്. കോൺഗ്രസിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തി ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷുകാര് സർവ്വേന്ത്യാ ലീഗിന് വിത്തും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചത്. 1914 ആകുമ്പോഴേക്ക് ഹിന്ദു മഹാസഭയും രാജ്യത്ത് രൂപീകൃതമായി. അതിന്റെ ലക്ഷ്യം കോൺഗ്രസിൽ നിന്ന് ഹിന്ദുക്കളെ അടർത്തിയെടുത്ത് അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുക എന്നുള്ളതായിരുന്നു. രണ്ട് സംഘടനകളുടെ പിന്നിലും ബ്രിട്ടീഷ് ബുദ്ധി പ്രവർത്തിച്ചു. 1915 ആകുമ്പോഴേക്ക് ഇന്ത്യയിൽ മുസ്ലിം സാന്ദ്രീകൃതമായിട്ടുള്ള ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് യൂണിറ്റുകൾ രൂപീകൃതമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് ഒരു യൂണിറ്റ് പോലും 1919-20 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമുദായിക ചിന്തയോ വർഗീയ മനസ്ഥിതിയോ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മാപ്പിളമാർക്കുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അവര് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ ഘടകം രൂപീകരിക്കുകയും ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആ സംഘടനയുടെ നേതൃപദവിയിൽ വരികയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടാകുമായിരുന്നത്. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അടിയുറച്ച കോൺഗ്രസുകാരായിരുന്നു. തന്റെ ജീവിതാവസാനം വരെ ഖദർ വസ്ത്രം മാത്രം ധരിച്ച മതപണ്ഡിതനാണ് ആലി മുസ്ലിയാർ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തന്റെ ഒരു സുഹൃത്തിന് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി 8 കിലോമീറ്റർ നടന്നുപോയത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ എഴുതപ്പെട്ട കാര്യമാണ്. അവരാരും സർവ്വേന്ത്യാ മുസ്ലിം ലീഗിനെ ഭരിക്കുകയോ ആ പാർട്ടിയുമായി ബന്ധപ്പെടുകയോ ആ സംഘടനയുടെ ഒരു ശാഖ രൂപീകരിക്കുകയോ ചെയ്തിരുന്നില്ല. എല്ലാവരും കോൺഗ്രസ്സുകാരായതുകൊണ്ടാണ് കോൺഗ്രസ് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ശക്തിപ്പെട്ടത്. 1830 മുതൽ ജന്മിമാരും കുടിയാന്മാരും തമ്മിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള അച്ചിൽ വാർത്ത് ഈ മേഖലകളിൽ നടന്നിരുന്നു. 10-40ഓളം എടുത്തു പറയത്തക്ക കലാപങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മത്തൻകുരുക്കളും ചെമ്പൻ പോക്കരും ആലി മുസ്ലിയാരെ പോലെ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ പോലെ അതിനു മുൻപ് നടന്ന പല പോരാട്ടങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരായി
പട നയിച്ച് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു അവർ. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതാൻ തീരുമാനിച്ചപ്പോൾ വയനാടൻ ചുരം കയറി ചമ്പൻ പോക്കറിന്റെയും മത്തൻകുടിക്കലുടെയും നേതൃത്വത്തിൽ മാപ്പിള പടയാളികൾ അവിടെ എത്തിയത് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതോടെ മലബാറിൽ കർഷക സമരം പുതിയ ഒരു രൂപത്തിലും ഭാവത്തിലും സംഭവിച്ചു. അതിന്റെ പരിണിതിയായിരുന്നു 1921 മലബാറിൽ നടന്നത്. അത് വർഗീയ കലാപമാണ് എന്ന് വരുത്തി തീർക്കാൻ ബ്രിട്ടീഷുകാരാണ് വലിയ ശ്രമം നടത്തിയത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അവർ ശിപ്പായി ലഹള എന്ന് വിളിച്ചു. ഒരു പറ്റം പട്ടാളക്കാരാണ് ആ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ശിപ്പായി ലഹള എന്ന് വിളിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. സമാനമായ രൂപത്തിലാണ് മാപ്പിളമാരാണ് കൂടുതൽ സമരത്തിൽ പങ്കാളിയായത് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ മാപ്പിള ലഹള എന്ന് 21 ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് അവർ പേര് നൽകിയത്. ഹിച്ച്കോക്കിന്റെ ഒരു പുസ്തകമുണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ള നിരവധി ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, അതിലെല്ലാം മാപ്പിള റബല്ലിയൻ, മാപ്പിള ലഹള എന്നുള്ള അർത്ഥത്തിലാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ വർഗീയമാക്കി അപ്രസക്തമാക്കാനാണ് ശ്രമിച്ചത്. ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിന് പ്രചോദനമായത് എൻ്റെ ഉപ്പയുടെ ഉപ്പ, കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് മരക്കാർ, 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് രേഖകൾ നശിപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിടിക്കപ്പെട്ട് 12 വർഷം ബെല്ലാരി ജയിലിൽ ശിക്ഷിക്കപ്പെട്ടു. 12 വർഷം അദ്ദേഹം ബെല്ലാരി ജയിലിൽ കഴിയവെയാണ് വല്ലുപ്പയുടെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത്. ജയിൽ മോചിതനായി വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു. അതിലാണ് എൻ്റെ ഉപ്പ ഉൾപ്പെടെ 3 കുട്ടികൾ ജനിക്കുന്നത്. പലരും ഇതിനെ വർഗീയ കലാപം എന്നാണല്ലോ വിളിക്കാറ്. ചെറുപ്പം മുതലേ ഈ കഥ കേട്ട് വളർന്ന ഞാൻ പലപ്പോഴും അതേക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. 12 കൊല്ലം ഒരു വർഗീയ കലാപത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് എൻ്റെ വല്ലിപ്പയെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഹൈന്ദവ സമുദായത്തിന് വല്ലിപ്പയോടും ഞങ്ങളുടെ കുടുംബത്തോടും തീർച്ചയായും ഒരു അകൽച്ചയുണ്ടാകും. ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിലുണ്ടായിരുന്നത് വാസുക്കുട്ടി നായരുടെ വീടാണ്. എൻ്റെ വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ കരുണാകരൻ നായരുടെ വീടാണ്. ഇവരൊക്കെ തന്നെ എൻ്റെ ഉപ്പയുടെ അടുത്ത ചങ്ങാതിമാരാണ്. തൊട്ടപ്പുറത്ത് കുട്ടൻ നായരുടെ വീടുണ്ട്. അവരും ഞങ്ങളുമായിട്ട് ചെറുപ്പം മുതലേ നല്ല ബന്ധമാണ്. ഇതാണ് എന്നിൽ ഒരു അന്വേഷണത്തിന് പ്രേരണയായി ഭവിച്ചത്. ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് അന്വേഷണങ്ങൾ നടത്തി. അന്യായമായി, അകാരണമായി 21 മലബാർ കലാപകാലത്ത് ഏതെങ്കിലും ഹൈന്ദവ സഹോദരന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ടോ? അവരുടെ കുടുംബക്കാര് ആ മേഖലയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ജന്മിമാരല്ലാതെ, ബ്രിട്ടീഷ് അനുകൂലികളല്ലാതെ, ഹിന്ദുക്കളായോ മുസ്ലിങ്ങളായോ ആരും 21 കലാപകാലത്ത് കലാപകാരികളാൽ ശിക്ഷിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ RSSും BJPയും ആ ആളുകളുടെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെടുന്ന
വ്യക്തികളുടെ മഹാസംഗമങ്ങൾ നടത്തി അവരുടെ വാദം തെളിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. 1921 നടന്നത് ഒരു വർഗീയ കലാപമായിരുന്നുവെങ്കിൽ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഹൈന്ദവ വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും RSSന്റെ ചേരിയിലായിരുന്നു അണിനിരക്കേണ്ടിയിരുന്നത്. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ഹിന്ദുക്കളിൽ മഹാഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് അണിനിരന്നിരിക്കുന്നത്. അവർ കോൺഗ്രസിൽ പോലുമല്ല അണിചേർന്നത്. 21 കലാപത്തെ തള്ളിപ്പറഞ്ഞവരാണ് കോൺഗ്രസ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും ആലി മുസ്ലിയാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ. RSSൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെങ്കിലുമായിരുന്നു ആ പ്രദേശത്തുള്ള ഹൈന്ദവ സഹോദരന്മാരിൽ ഭൂരിഭാഗവും അണിചേരേണ്ടിയിരുന്നത്. 21 മുതൽ 2021 വരെ ഒരു നൂറ്റാണ്ട് കാലം 1921 നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ഉൾപ്പെടെ 400ഓളം വരുന്ന ബ്രിട്ടീഷുകാര് വധിച്ച ധീരരക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും പ്രഖ്യാപിച്ച ആ അഭിപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മറ്റൊരു പാർട്ടിയും 21 കലാപത്തെ അംഗീകരിച്ചിട്ടില്ല. സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് പോലും അംഗീകരിച്ചിട്ടില്ല. സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രമേയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. 1919 മുതൽ 25 വരെയുള്ള കാലയളവിൽ അവരുടെ ഒരു രാഷ്ട്രീയ പ്രമേയത്തിലും 21 കലാപം കടന്നു വന്നിട്ടില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. മുസ്ലിം സാന്ദ്രീകൃതമായിട്ടും അവിടുത്തെ മാപ്പിളമാര് ലീഗിൽ ചേരാതെ കോൺഗ്രസിൽ നിന്നു. കോൺഗ്രസ് ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചു. അവസാനം കോൺഗ്രസ് ആ സമരത്തെ തള്ളിപ്പറഞ്ഞു. അനുഭവിക്കട്ടെ, കോൺഗ്രസിൽ നിന്നിട്ടല്ലേ, കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ടല്ലേ. ഞങ്ങളുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ, ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ ഈ ഒരു ദുർഗതി വരുമായിരുന്നില്ല. ഇതായിരുന്നു സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ പക്ഷം. അതുകൊണ്ടാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും 21 കലാപത്തെ അംഗീകരിക്കാതിരുന്നത്. സത്യത്തിൽ തങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച കോൺഗ്രസ് ഒരു നാട്ടിലെ പോരാളികളെ തല്ലിപ്പറഞ്ഞു. സർവ്വേന്ത്യാ മുസ്ലിം ലീഗും അവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. വളരെ ദൈന്യമാർന്ന ഒരു അവസ്ഥയായിരുന്നു സത്യത്തിൽ മാപ്പിള കലാപകാരികൾക്ക് ആ കാലത്ത് നേരിടേണ്ടി വന്നത്. ഒരുപാട് ആളുകൾ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. നിരവധി പേർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. വാഗൺ ട്രാജഡി ദുരന്തമടക്കം ഉണ്ടായത് നമുക്കറിയാം. എന്തായിരുന്നു വാഗൺ ട്രാജഡി ദുരന്തത്തിൽ സംഭവിച്ചത്? 100-100ഓളം ആളുകളെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് നാട് കടത്തി. അതൊരു വർഗീയ കലാപമായിരുന്നു. അതിന്റെ പേരിലായിരുന്നു ആ നാട് കടത്തലെങ്കിൽ മാപ്പിളമാരെ മാത്രമല്ലേ നാട് കടത്തും? വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരിച്ച 70 പേരിൽ 4 പേർ ഹിന്ദുക്കളായിരുന്നില്ലേ? മേലേടത്ത് ശങ്കരൻ നായർ പാട്ടക്കുടിയാനായിരുന്നു. എന്തിനാണ് മേലേടത്ത് ശങ്കരൻ നായരെ മാപ്പിളമാരെ കൊണ്ടുപോകുന്ന വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്? 21 നടന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമായിരുന്നു എങ്കിൽ ആ കലാപത്തിൽ പങ്കെടുത്ത മാപ്പിളമാരെ കോയമ്പത്തൂരിലേക്ക് നാട് കടത്തിയപ്പോ പാട്ടക്കുടിയാനായിരുന്ന കൊന്നപ്പള്ളി അച്യുതൻ നായരെ
എന്തിനാണ് ആ വാഗണിൽ കുത്തി നിറച്ചത് ബ്രിട്ടീഷുകാർ? തട്ടാൻ ഉണ്ണിപ്പുറയനെ എന്തിനായിരുന്നു മാപ്പിളമാരെ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് അയച്ചപ്പോ അതിൽ ഉൾക്കൊള്ളിച്ചത്? ദളിതനും കർഷക തൊഴിലാളിയുമായിരുന്ന തെട്ടിച്ചിപ്പുവിനെ എന്തിനായിരുന്നു ബ്രിട്ടീഷുകാര് മാപ്പിളമാരെ കോയമ്പത്തൂരിലേക്ക് നാടുകടത്തുന്ന ആ വാഗണിൽ കുത്തി നിറച്ചത്? ഇതൊക്കെ ചരിത്രമാണ്, ആരും കെട്ടിയുണ്ടാക്കി പറയുന്നതല്ല. ഇതിനെ വർഗീയ കലാപം എന്ന് RSSും സംഘപരിവാർ ശക്തികളും വിശേഷിപ്പിക്കുന്നത് ഒരു ചരിത്ര തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എത്രയോ ഹൈന്ദവ നേതാക്കന്മാർ ഈ സമരത്തിൽ മാപ്പിളമാരുടെ കൂടെ നിന്നു. MP നാരായണ മേനോൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അദ്ദേഹം. 21 കലാപം ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമായിരുന്നു എങ്കിൽ MP നാരായണ മേനോൻ എന്തിനാണ് മാപ്പിള പക്ഷത്ത് നിന്ന്, കർഷക പക്ഷത്ത് നിന്ന് പൊരുതിയത്? അതിന്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 14 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. 14 കൊല്ലം. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോ ഇതൊരു വർഗീയ കലാപമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് നമുക്ക് സമ്മതിക്കാം. അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ ജയിലിൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തേ MP നാരായണ മേനോൻ, തനിക്ക് തെറ്റുപറ്റി, ഇതൊക്കെയാണ് നാട്ടിൽ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് തന്റെ ശിക്ഷാ കാലാവധിയിൽ ഇളവ് വാങ്ങി പുറത്തു വന്നില്ല. 14 വർഷമാണ് MP നാരായണ മേനോൻ 1921 മലബാർ കലാപത്തിൽ മാപ്പിളമാരെ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ ജയിലറക്കുള്ളിൽ അടക്കപ്പെട്ടത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്തിനായിരുന്നു മാപ്പിള പക്ഷത്ത് നിന്ന് പൊരുതിയത്, സമരം ചെയ്തത്? അദ്ദേഹത്തെ കയ്യിലും കാലിലും ചങ്ങലകൾ ബന്ധിച്ച് ബ്രിട്ടീഷ് പോലീസുകാരൻ, പട്ടാളക്കാരൻ കുതിരപ്പുറത്തിരുന്ന് വലിച്ചിഴച്ചല്ലേ കൊണ്ടുപോയത്? അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഖിലാഫത്ത് സ്മരണകൾ. കണ്ടതാണ് അദ്ദേഹം, അനുഭവിച്ചതാണ് അദ്ദേഹം എഴുതിയത്. ആ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വരി ഇത് ഹിന്ദുക്കൾക്കെതിരായി മാപ്പിളമാർ നടത്തിയ സമരമാണ് എന്നെഴുതിയോ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആ സമരത്തെ പിന്നീട് തള്ളിപ്പറഞ്ഞത്? കോൺഗ്രസ് നേതൃത്വം ഇന്നത്തെ പോലെ തന്നെ അന്നും സവർണ ഭൂജന്മി താല്പര്യങ്ങളോടും ആളുകളോടും കൂറുപുലർത്തി നിന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ സമരത്തെ തുടർന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ആ സമരത്തെ തള്ളിപ്പറയുന്നതിന് സാഹചര്യമൊരുങ്ങിയത്. മലബാർ കലാപകാലത്ത് ഏറ്റവും അധികം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ക്രൂശിക്കപ്പെട്ടത്, ശിക്ഷിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു ഭൂജന്മി പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. ചേക്കുട്ടി എന്ന് പറയുന്ന മലപ്പുറത്തിനടുത്ത് ആനക്കയത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമായിരുന്നു ഏറ്റവും വലിയ വ്യക്തിപരമായ ശിക്ഷക്ക് കലാപകാലത്ത് വിധേയനായത്. ചേക്കുട്ടി ബ്രിട്ടീഷ് പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു. റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കൊടുമ്പിരി കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർ പഴയ പോലീസുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഉപയോഗിച്ചാണ് ചാരപ്രവർത്തനം നടത്തിയത്. കലാപകാരികളുടെ നീക്കങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ, ഇതൊക്കെ ചേക്കുട്ടിയിലൂടെ അറിഞ്ഞു. ഇതേ തുടർന്ന് സമരക്കാർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി. ഇതിൽ പ്രകോപിതനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സംഘവും ആനക്കയത്തെ ചേക്കുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെന്ന്
തട്ടിന്റെ പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ചേക്കുട്ടിയെ ബലാത്കാരം പിടിച്ചുകൊണ്ടുവന്ന് ചേക്കുട്ടിയുടെ വീടിന്റെ മുന്നിലിട്ട് അദ്ദേഹത്തെ കൊന്ന് തല വെട്ടിയെടുത്ത് അതൊരു കുന്തത്തിൽ കുത്തി ആനക്കയത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് ജാഥ നടത്തി. ആ ജാഥയെ വരവേൽക്കാൻ ആനക്കയം മുതൽ മഞ്ചേരി വരെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആളുകൾ തടിച്ചുകൂടി നിന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചത് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള വസ്തുതയാണ്. ഒരു ഹിന്ദു പ്രമാണിയോട്, ജന്മിയോട് അങ്ങനെ ഒരു ക്രൂരത മാപ്പിള കലാപകാരികൾ കാണിച്ചിട്ടില്ല. 21-ലെ കർഷകരായിരുന്ന പോരാളികൾ കാണിച്ചിട്ടില്ല. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതായിരുന്നില്ല കലാപകാരികളുടെ പരിഗണന. ബ്രിട്ടീഷ് അനുകൂലിയാണോ ബ്രിട്ടീഷ് പ്രതികൂലിയാണോ അതായിരുന്നു നോക്കിയിരുന്നത്. അതായിരുന്നു പ്രധാനമായും അവർ പരിഗണിച്ചിരുന്നത്. മാപ്പിളമാരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ബ്രിട്ടീഷ് അനുകൂലികളെ ഒരു നിലക്കും സമരക്കാർ വെറുതെ വിട്ടില്ല. എന്തിനധികം പറയുന്നു, തങ്ങന്മാരോട് വലിയ ബഹുമാനമാണ് മുസ്ലിം സമുദായം എക്കാലത്തും പുലർത്തിപ്പോന്നിട്ടുള്ളത്. പ്രവാചക കുടുംബത്തിന്റെ തുടർക്കണ്ണികൾ എന്ന ഒരു നിലയിലാണ് തങ്ങന്മാർ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 21-ലെ കലാപകാലത്ത് കൊണ്ടോട്ടി തങ്ങന്മാർ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ചു. പ്രസിദ്ധനായിട്ടുള്ള കൊണ്ടോട്ടി തങ്ങൾ ആ സമരത്തിൽ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ച് മാപ്പിള കലാപകാരികളുടെ സമരക്കാരുടെ എതിർചേരിയിലാണ് നിലയുറപ്പിച്ചത്. തങ്ങളെ പിടികൂടാൻ വേണ്ടി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും കൂട്ടരും കൊണ്ടോട്ടിയിലേക്ക് മാർച്ച് ചെയ്തു. കലാപകാരികൾ വരുന്നു എന്ന് കേട്ടപ്പോ തങ്ങള് അവിടുത്തെ പള്ളിയിൽ അഭയം തേടി, പ്രസിദ്ധമായിട്ടുള്ള കൊണ്ടോട്ടി പള്ളി. കുഞ്ഞഹമ്മദാജിയും സംഘവും കൊണ്ടോട്ടി പള്ളി ആക്രമിച്ചു തങ്ങളെ പിടികൂടാൻ. അപ്പോഴാണ് ബ്രിട്ടീഷുകാര് കൊണ്ടോട്ടി തങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു മിനിറ്റിൽ നിരവധി ഉണ്ടകൾ പായുമായിരുന്ന തോക്കുപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുന്നത് പള്ളിക്കുള്ളിൽ നിന്ന്. ഇത് കണ്ട ഒരുപറ്റം മാപ്പിളപ്പടയാളികൾ പാവം വിചാരിച്ചത് കൊണ്ടോട്ടി തങ്ങൾക്ക് വേണ്ടി പടച്ചോൻ ജിന്നിനിറക്കിയിട്ടുണ്ട്, ജിന്ന് വെടിവെക്കുകയാണ്, അതുകൊണ്ട് പാഞ്ഞോളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആളുകൾ ഓടിപ്പോയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. കൊണ്ടോട്ടി തങ്ങളെ ആക്രമിച്ച സമരക്കാർ, തങ്ങൾ അഭയം തേടിയെന്ന് പറയപ്പെട്ടിരുന്ന കൊണ്ടോട്ടി പള്ളി ആക്രമിച്ച സമരക്കാർ ചില ക്ഷേത്രങ്ങളും ആക്രമിച്ചു. കാരണം ആ കാലത്ത് ക്ഷേത്രങ്ങൾ സവർണ ഭൂജന്യന്മാരുടെ സ്വകാര്യ സ്വത്തായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1930-കൾക്ക് ശേഷം നടന്നതോടെയാണ് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിലെ സാധാരണക്കാർക്ക് ക്ഷേത്ര പരിസരങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവകാശം പോലും ഉണ്ടായത്. അതിനു മുൻപ് തീർത്തും ഭൂജന്യമാരായ സവർണ തമ്പുരാക്കന്മാരുടെ സ്വകാര്യമായിട്ടുള്ള ഏർപ്പാടിന്റെ കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ, ആരാധനാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രം. അവിടെ സമരക്കാരെ ഒറ്റുകൊടുത്ത് ചില ആളുകൾ ഒളിച്ചു പാർത്തപ്പോ കൊണ്ടോട്ടി തങ്ങളെ പിടികൂടാൻ വേണ്ടി പള്ളി ആക്രമിച്ചതുപോലെ ക്ഷേത്രങ്ങളും ആക്രമിച്ചിട്ടുണ്ട്. സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രമോ പള്ളിയോ എന്നുള്ളതായിരുന്നില്ല പ്രശ്നം. ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടെടുത്തവരെ ഒറ്റുകൊടുത്തവർ എവിടെ താമസിച്ചപ്പോഴും എവിടെ ഒളിച്ചിരുന്നപ്പോഴും അവരെ പിടികൂടാൻ ശ്രമിച്ചു. അതിൽ ഒരു തരത്തിലുള്ള മതപരിഗണനയും അവർ കാണിച്ചിട്ടില്ല. കോട്ടക്കൽ ആര്യ വൈദ്യശാല, അതിന്റെ സ്ഥാപകൻ PS വാര്യർ വൈദ്യരത്നം, അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. 1919-20 കാലത്ത് കോട്ടക്കൽ ആര്യ വൈദ്യശാല വളരെ നല്ല ഒരു പ്രസ്ഥാനമായി, ഒരു സ്ഥാപനമായി വളർന്നു കഴിഞ്ഞ നിലയിലായിരുന്നു. ആ രംഗങ്ങൾ കണ്ട ഒരു കുട്ടിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ജീവചരിത്രകാരൻ ചില സംഭവങ്ങൾ പറയുന്നത്.
ആ വാചകങ്ങൾ അതേപടി ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാപ്പിള കലാപകാരികൾ കോട്ടക്കലിനടുത്ത പുത്തൂരിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കാട്ടുതീ പോലെയാണ് കോട്ടക്കലിലും പരിസര പ്രദേശങ്ങളിലും പടർന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു, സമരക്കാര് വൈദ്യരത്നം PS വാര്യരെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങളുടെ അത്ഭുതവും ആശങ്കയും ഇരട്ടിച്ചു. എല്ലാവരും ഇങ്ങനെ സ്തബ്ധമായി നിൽക്കുന്നു. കുറെ മാപ്പിള പടയാളികളുടെ അകമ്പടിയിൽ സമര നേതാക്കന്മാർ, കലാപ നേതാക്കന്മാർ വൈദ്യരത്നം PS വാര്യരുടെ വീട്ടിലെത്തുകയാണ്. പൂമുഖത്തേക്ക് കയറാതെ അവര് അപ്പുറത്ത് തന്നെ നിന്നു. അപ്പോഴാണ് വൈദ്യരത്നം PS വാര്യർ വീട്ടിന്റെ അകത്ത് നിന്ന് വന്ന് അവരെ പൂമുഖത്തേക്ക് ക്ഷണിച്ചത്. അവര് കയറിയിരുന്നു. അവർക്ക് ചായ കൊടുത്ത് സൽക്കരിച്ചു. അവരുമായി ഒരുപാട് സമയം സംസാരിച്ചു. ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്താൽ ഉണ്ടാകുന്ന ആപത്തുകളെ കുറിച്ച് PS വാര്യർ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവർ അവരുടെ വാദങ്ങളും നിരത്തി. പടയാളികൾ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയ വൈദ്യരത്നം PS വാര്യർ 500 രൂപ ആ കാലത്ത് ഈ മാപ്പിള പടയാളികൾക്ക് സംഭാവന നൽകി. ഞാൻ പറഞ്ഞതല്ല, ഏതെങ്കിലും ഇടതുപക്ഷ ചരിത്രകാരന്മാർ പറഞ്ഞതല്ല. PS വാര്യരുടെ, വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്രം കോട്ടക്കൽ ആര്യ വൈദ്യശാല പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 21 മലബാർ കലാപം ഹിന്ദു വിരുദ്ധമായിരുന്നെങ്കിൽ ആദ്യം തകർക്കേണ്ടിയിരുന്നത് ആര്യ വൈദ്യശാലയല്ലേ? കോട്ടക്കൽ എന്ന് പറയുന്നത് സമരത്തിന്റെ തീച്ചൂളയിൽ നിന്നിരുന്ന പ്രദേശമായിരുന്നു. എന്നിട്ട് പോലും സമരം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു സമര പോരാളി, ഒരു കലാപകാരി ഒരു കല്ലെടുത്തെറിഞ്ഞ് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ഒരു ഓട് പൊട്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ആ സമരം അവസാനിക്കുന്നത് വരെ മാപ്പിള പടയാളികൾ ആര്യ വൈദ്യശാലക്ക് സംരക്ഷണ കവചം തീർത്തു എന്ന് പറയുന്നത് വൈദ്യരത്നം PS വാര്യരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിലാണ്. ഈ അടുത്ത് മരണപ്പെട്ട ഡോക്ടർ PK വാര്യർ, അദ്ദേഹം 1921 ജനിച്ചത്. സ്വാഭാവികമായും കുട്ടിക്കാലത്ത് വളർന്നപ്പോൾ 21 കലാപകാലത്ത് സംഭവിച്ചതെല്ലാം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കാരണവന്മാർ, ബന്ധുമിത്രാദികൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമാണ്. PK വാര്യർ ഒരു പാർട്ടിയിലെ അംഗത്വം എടുത്തിട്ടുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, കോൺഗ്രസിൽ പോലുമല്ല. 21 മലബാർ കലാപം ഹിന്ദു വിരുദ്ധമായിരുന്നെങ്കിൽ PK വാര്യർ ആ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കണമെന്ന് ശക്തമായി വാദിച്ച, ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് ശക്തമായി അഭിപ്രായപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ ചേരുക? കള്ളപ്രചാര വേലകളാണ് മലബാർ കലാപത്തിനെതിരായി തൊടുത്തുവിട്ടതും പ്രചരിപ്പിച്ചതും. അതുകൊണ്ടാണ് ചില തെറ്റിദ്ധാരണകൾ കലാപവുമായി ബന്ധപ്പെട്ട് നിലനിന്നത്. ചില അരുതായ്മകൾ സമരകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏത് സമരഘട്ടത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. സമ്പത്ത് കൊള്ളയടിക്കാനുള്ള നല്ല അവസരമായി കലാപത്തെ ചില ആളുകൾ, സാമൂഹ്യദ്രോഹികൾ ഉപയോഗിച്ചു. അതിനെതിരെ ശക്തമായ നടപടിയും നിലപാടും സ്വീകരിച്ചത് ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമാണ്. K മാധവൻ നായർ മലബാർ കലാപം എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു 21 അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ആ സമരം ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു, ജന്മിത്വ വിരുദ്ധമായിരുന്നു. എത്ര വലിയ ചൂഷണമായിരുന്നു ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. 100 പറ നെല്ലുണ്ടാക്കിയാൽ 20 പറയാണ്
ഈ കുടിയാന് കിട്ടിയിരുന്നത്. 80 പറയും ജന്മിമാരും ബ്രിട്ടീഷുകാരും കൊണ്ടുപോകും. കഷ്ടപ്പാട്, പ്രയാസം, ബുദ്ധിമുട്ട്, ചൂഷണം. ഒരു കുടിയാൻ കുടിയൊഴിപ്പിക്കപ്പെട്ടാൽ, പ്രതിഷേധിച്ചാൽ കുടിയൊഴിപ്പിക്കപ്പെടും. ഒരു ജന്മി ഒരു കുടിയാനെ കുടിയൊഴിപ്പിച്ചാൽ ആ കുടിയാന് പിന്നെ മറ്റൊരു ജന്മി കുടിയാനായി സ്വീകരിക്കില്ല. മരിക്കലായിരുന്നു പിന്നെ അവരുടെ മുന്നിലെ ഏക വഴി എന്ന് പറയുന്നത്. അത്രമാത്രം ചൂഷണത്തിന് വിധേയരായ ഒരു ജനത. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ് ബ്രിട്ടീഷ് വിരുദ്ധമായ പോരാട്ടത്തെ നേരിട്ടത്, അതിലണിനിരന്നത്. അതിനെ വർഗീയമായി ചിത്രീകരിക്കുവാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അവർ വ്യാപകമായി ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണം ഉത്തരേന്ത്യയിൽ തൊടുത്തുവിട്ടു. അത് ഉത്തരേന്ത്യയിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. അതിൽ വസ്തുതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ അവർക്ക് കിട്ടിയ ആ മേൽക്കൈ നമ്മളുടെ മേഖലയിൽ അവർക്ക് കിട്ടാതെ പോയത്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ അവർക്ക് ലഭിക്കാതെ പോയത്. ഇതാണ് ചരിത്രം, ഇതാണ് വസ്തുത. 1921 മലബാർ കലാപത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചത്. കോൺഗ്രസ് ഗവൺമെന്റ്, ലീഗ് ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ്, ലീഗ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കോൺഗ്രസ് സർക്കാർ, ആ കോൺഗ്രസ് സർക്കാർ പോലും 21 മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിക്കുന്നത് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 23 കൊല്ലങ്ങൾക്ക് ശേഷം, 1970-കൾക്ക് ശേഷമാണ്. എങ്ങനെയാണ് അംഗീകരിച്ചത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ മതനിരപേക്ഷത നിലനിർത്താൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്ത കാര്യം രാജ്യത്തിന്റെ ചരിത്രം എഴുതുവാനും പ്രചരിപ്പിക്കുവാനും ഒരു സംവിധാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ, ICHR, അത് രൂപീകരിച്ചു പണ്ഡിറ്റ് നെഹ്റു. അതിന്റെ നേതൃത്വം അദ്ദേഹം ഏൽപ്പിച്ചത് ഇടതുപക്ഷ ചരിത്രകാരന്മാരെയാണ്, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെയാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യമായിരുന്നു അത്. കോൺഗ്രസിലെ പല പ്രമുഖരും അതിനോട് വിയോജിച്ചു. ആ വിയോജിപ്പുകൾക്കുള്ള മറുപടി നെഹ്റു നൽകിയത് ഇങ്ങനെയാണ്: ഒരു മതത്തോടും ആഭിമുഖ്യമില്ലാത്തവരുടെ കൈകളിൽ ഇന്ത്യയുടെ ചരിത്ര രചന വരുമ്പോഴാണ് അത് നിഷ്പക്ഷമാവുക. മതനിരപേക്ഷമായി രാജ്യത്തിന്റെ ചരിത്രം രചിക്കപ്പെടണമെങ്കിൽ, അത് പ്രചരിപ്പിക്കപ്പെടണമെങ്കിൽ ഒരു മതത്തോടും ആഭിമുഖ്യമില്ലാത്തവരാവണം. അതുകൊണ്ടാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാരെ ആ ദൗത്യം ഏൽപ്പിച്ചത്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ തീരുമാനം കൊണ്ടാണ് BJP ഭരണത്തിൽ വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇത്ര പതിറ്റാണ്ട് വൈകിയത്. ഏതെങ്കിലും കോൺഗ്രസുകാരെയായിരുന്നു അന്ന് ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വം അദ്ദേഹം ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ അവരെഴുതുന്ന ചരിത്രം വായിച്ച് 10-20 കൊല്ലത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ RSS ശക്തിപ്പെടുകയും RSSന്റെ രാഷ്ട്രീയ രൂപം ഇന്ത്യ പിടിച്ചടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉളവാകുമായിരുന്നു. അത് നീണ്ടുപോയത് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ ചരിത്ര രചനയുടെ കൂടി പിൻബലത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ ചരിത്ര ഗവേഷണ കൗൺസിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്ക്, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് മേധാവിത്വമുണ്ടായിരുന്ന ചരിത്ര ഗവേഷണ കൗൺസിൽ ഇന്ത്യ ഗവൺമെന്റിനോട് അത് രൂപീകൃതമായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിക്കണം എന്നതായിരുന്നു. ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. ആ ആവശ്യമാണ് സ്വാതന്ത്ര്യാനന്തരം 23 കൊല്ലങ്ങൾ കഴിഞ്ഞ് 1972 അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ആ സമര പോരാളികളുടെ കുടുംബക്കാർക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങിയത്.
പലരും ചോദിക്കാറുണ്ടല്ലോ, എന്തിനാണ് കമ്മ്യൂണിസ്റ്റ്, എന്തിനാണ് ഇടതുപക്ഷ ചരിത്രം, ചരിത്രകാരന്മാർ? ഇതാ ഇപ്പോ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കഷായത്തിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരൻ ഇല്ലാത്ത വിധം ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് മുക്തമാക്കപ്പെട്ടു. അതിന്റെ ഫലമോ 21 കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്നവർ പറഞ്ഞു. അവരാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റിനോട്. അവര് പറഞ്ഞിട്ടാണ് ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും 400 രക്തസാക്ഷികളായിട്ടുള്ള ധീരന്മാരായ പോരാളികളെയും സ്വാതന്ത്ര്യ സമര പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത്. നമുക്ക് കാത്തിരിക്കാം. ഇതൊരു ഇടവേള മാത്രമാണ്. സ്വാതന്ത്ര്യാനന്തരം 23 കൊല്ലങ്ങൾക്ക് ശേഷമാണ് 21 സമരവും സമര പോരാളികളും അംഗീകരിക്കപ്പെട്ടതെങ്കിൽ 2021 ഒരു ഇടവേള തുടങ്ങിയിരിക്കുന്നു. ഈ ഇടവേള അവസാനിക്കും. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ, ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഇന്ത്യൻ ഗവേഷണ കൗൺസിലിന്റെ, ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു ദിവസം വരും. അന്ന് വീണ്ടും 1921 മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകും. ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വാതന്ത്ര്യ സമര സേനാനികളായി ലിസ്റ്റ് ചെയ്യപ്പെടും. ആ പട്ടികയിൽ വീണ്ടും ചേർക്കപ്പെടും. ആ സുദിനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന്റെ ഇടവേളയിലാണ്. ആ സുദിനം പിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലൈബ്രറി കൗൺസിൽ ഉൾപ്പെടെയുള്ള പുരോഗമന ആശയമുള്ള മതനിരപേക്ഷവാദികളുടെ സംഘങ്ങൾ 21 മലബാർ സമരത്തിന്റെ യാഥാർത്ഥ്യവും വസ്തുതയും എന്താണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഇതുപോലെയുള്ള സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 വിധത്തിൽ ഈ സമരം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സംഘപരിവാർ ശക്തികൾ ഇതിനെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ സമരവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇതിനെ പുകഴ്ത്താനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ ഒരു സ്വത്തായിട്ട് മാറുന്നു എന്നാണ് അവരുടെ ചില നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സർവേന്ത്യ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനം, സമീപനം, നിലപാട്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ RSS, ഈ 2 കൂട്ടരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും വഹിക്കാത്തവരാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗലാന മൗദൂദി, അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു, പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. ഇത്ര നല്ല പ്രസംഗകനായിട്ടും ഇത്ര നല്ല എഴുത്തുകാരനായിട്ടും മൗലാന മൗദൂദി സാഹിബിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു പരാമർശം നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഒരിക്കൽ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു പെറ്റി കേസ് പോലും മൗലാന മൗദൂദി സാഹിബിനെതിരായി ബ്രിട്ടീഷ് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പട്ടാൻകോട്ടിലെ പള്ളിയിൽ, പ്രസിദ്ധമായ പള്ളിയിലെ സ്ഥിര ഇമാമായിരുന്നു അദ്ദേഹം. ഖുതുബ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. മൗലവി അഹമ്മദുള്ളയെ പോലെ ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാർ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട ചരിത്രം നിലനിൽക്കുകയാണ്. പതിറ്റാണ്ടുകൾ ഒരു പള്ളിയിൽ ഖുതുബ പ്രസംഗം നടത്തിയിട്ട് ബ്രിട്ടീഷ് വിരുദ്ധമായി ഒരു അക്ഷരം പറയുകയോ ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതാൻ മുസ്ലിം ജനതയെ ഉത്തേജിപ്പിക്കുകയോ ചെയ്യാതെ മൗലാന മൗദൂദി തന്റെ പ്രാസ്ഥാനികമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതും. RSSും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ഏറ്റെടുക്കുന്നു. ഇത് കാണുമ്പോ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ പോലും വിചാരിക്കുകയാണ്, ഓ, ഇവരുടെ ആളാണോ ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? എന്നാൽ ഇവർ മോശക്കാരാകാനാണ് സാധ്യത. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയോടും SDPIയോടും ഒക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ദയവായി നിങ്ങൾ ആലി മുസ്ലിയാരോടും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോടും
മാപ്പിള പടയാളികളോടും എന്തെങ്കിലും ഒരു സ്നേഹം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെ ഏറ്റെടുക്കരുത്. മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരായ RSSകാര് ഇപ്പൊ ഗാന്ധിജിയെ ഏറ്റെടുക്കുന്നത് പോലെ, RSSനെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ RSS ബിംബവൽക്കരിച്ചതുപോലെ, പ്രതിമവൽക്കരിച്ചതുപോലെ ആലി മുസ്ലിയാരെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് അവരുടെ നന്മ മോശമാക്കി കാണാനേ ഉപകരിക്കുകയുള്ളൂ. ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ദേശീയവാദികളായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നു. സർവ്വന്ത്യ മുസ്ലിം ലീഗ് രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ടും ആ സംഘടനയിൽ ചേരാനോ അതിനോട് ആഭിമുഖ്യം പുലർത്താനോ മെനക്കെടാതെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചവർ. പക്ഷെ അവർക്ക് സായുധമായിട്ടുള്ള കലാപത്തിന്റെ വഴി സ്വീകരിക്കേണ്ടി വന്നു. അവര് മാത്രമല്ലല്ലോ സ്വീകരിച്ചത്. ഒന്നാം നിസ്സഹകരണ പ്രസ്ഥാനം മഹാത്മാഗാന്ധി ആരംഭിച്ചപ്പോ അതിന്റെ ഭാഗമായിട്ടല്ലേ ചൗരി ചൗരയിൽ 22 പോലീസുകാരെ ചുട്ടുകൊന്നത്? ആരെങ്കിലും ഗാന്ധിജി അതിന്റെ പേരിൽ വിമർശിച്ചിട്ടുണ്ടോ? ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? സമരത്തിൽ പങ്കുകൊള്ളുന്നവർ സമരത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാം എന്ന് കരുതി ആ സമരം ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതമാക്കപ്പെടേണ്ട സമരമല്ല. 21 കലാപത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു സമീപനമാണ് പലരും സ്വീകരിച്ചത്. ഒറ്റപ്പെട്ട അരുതായ്മകൾ ഉണ്ടായി. അതിന്റെ പേരിൽ ആ സമരം മുഴുവൻ മോശമായി ചിത്രീകരിക്കപ്പെട്ടു. ആ സമര നേതാക്കൾ മുഴുവൻ വർഗീയവാദികളായി മുദ്രകുത്തപ്പെട്ടു. ഇത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിപ്ലവം ജയിക്കാൻ പോകുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് 10,000-കണക്കിന് മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം അരങ്ങേറിയത്. സെപ്റ്റംബർ മെസാക്കർ, സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് അത് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. ആരായിരുന്നു കൊല ചെയ്യപ്പെട്ടത്? വിപ്ലവ വിരോധികളായിരുന്നു? ആയിരുന്നില്ല. വിപ്ലവ വിരോധികളെ നേരിടാൻ വേണ്ടി ഒരുമിച്ച് അണിനിരന്നവർ തമ്മിൽ, അവരിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെയാണ് 10,000-കണക്കിന് മനുഷ്യർ സെപ്റ്റംബർ മാസം കൊല ചെയ്യപ്പെട്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും കൊന്നു. ഈ സെപ്റ്റംബർ കൂട്ടക്കൊലയുടെ പേരിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മഹത്വം ഏതെങ്കിലും ചരിത്രകാരൻ ഇകഴ്ത്തി കാണിച്ചിട്ടുണ്ടോ? മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സമാന മാനദണ്ഡം 1921 മലബാർ കലാപത്തിന്റെ കാര്യത്തിലും സ്വീകരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ലൈബ്രറി കൗൺസിലും പുരോഗമന കലാസാഹിത്യ സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും എല്ലാം ഈ സമരത്തെ, അതിന്റെ വസ്തുതകൾ ജനങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക. 1946 പെരിന്തൽമണ്ണയിൽ വെച്ച് 21 മലബാർ കലാപത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചപ്പോ അതിൽ പങ്കെടുത്തുകൊണ്ട് സഖാവ് AK ഗോപാലൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, നിങ്ങൾ എന്തുകൊണ്ടാണ് 21 വീരമൃത്യു വരിച്ച ധീരരക്തസാക്ഷികളായ പോരാളികളെ, മാപ്പിള പോരാളികളെ ദേശസ്നേഹികളായി അംഗീകരിക്കാത്തത്? സർവ്വന്ത്യ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുപോലെ തള്ളിക്കളഞ്ഞവരാണ് മലബാറിലെ മാപ്പിളമാർ, മലബാറിലെ മാപ്പിള പോരാളികൾ. അവരെ നെഞ്ചോട് ചേർത്ത് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 21 മുതൽ 2021 വരെ 100 കൊല്ലം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഒരേ നിലപാട് സ്വീകരിച്ച ഏക പാർട്ടി.
ആ പാർട്ടിയിൽ എല്ലാവരും ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നന്ദി കേടെങ്കിലും അവരോട് കാണിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.